ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്ലീപ് ടൈൽസ് മലയാളം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാന്ത്രികതയും സ്നേഹവും വഞ്ചനയും പ്രതികാരവും ഒക്കെ നിറഞ്ഞ മലഫിസന്റ് എന്ന അത്ഭുത കഥയാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു മാന്ത്രിക വനത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ആ വനത്തിൽ കൊമ്പുകളും അതിമനോഹരമായ ചിറകുകളുമുള്ള മലഫിസന്റ് എന്ന സുന്ദരിയായ ഒരു പരി ജീവിച്ചിരുന്നു. പുറലോകം അവൾ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ആ മാന്ത്രിക വനമായിരുന്നു അവളുടെ ലോകം. മനുഷ്യരെ ഒഴികെ അനേകം അത്ഭുത ജീവികൾ അവിടെ സമാധാനത്തോടെ ജീവിച്ചിരുന്നു. അവർക്കൊപ്പമായിരുന്നു മലഫിസന്റെയും ജീവിതം. ഒരു ദിവസം വനത്തിലൂടെ നടക്കുന്നതിനിടെ അവൾ തന്റെ പ്രായമുള്ള ഒരു ചെറിയ ബാലനെ കാണുന്നു. അവനെ കണ്ട മലഫിസന്റ്, നീ ആരാണ്, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ബാലൻ താൻ അയൽരാജ്യത്തിൽ നിന്നാണ് വന്നതെന്നും വനത്തിൽ നിന്ന് ഒരു വിലയേറിയ രത്നം കണ്ടെത്തിയെടുത്തതാണെന്നും പറയുന്നു. അത് കേട്ട മലഫിസന്റ് ആ രത്നം അതിന്റെ സ്ഥാനത്ത് തന്നെ തിരികെ വെക്കാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് അവനെ അവന്റെ രാജ്യത്തിന്റെ അതിർത്തി വരെ എത്തിച്ചു കൊടുക്കാമെന്നും പറയുന്നു. അത് സമ്മതിച്ച ബാലൻ, നമുക്ക് സുഹൃത്തുക്കളാകാമോ, ഞാൻ വീണ്ടും ഇവിടെ വന്നാൽ നിനക്കൊപ്പം കളിക്കാമോ എന്ന് ചോദിക്കുന്നു. മലഫിസന്റ് ഈ വനം മാന്ത്രിക ശക്തികളുള്ള സ്ഥലമാണെന്നും മനുഷ്യർ ഇവിടെ വരുന്നത് അപകടമാണെന്നും പറയുന്നു. എന്നിരുന്നാലും ഇരുവരും സൗഹൃദത്തിന്റെ അടയാളമായി കൈകോർക്കുന്നു. എന്നാൽ കൈകോർക്കുന്ന നിമിഷം തന്നെ മലഫിസന്റ് വേദനയോടെ കൈ പിൻവലിക്കുന്നു. ആ ബാലന്റെ വിരലിൽ ഉണ്ടായിരുന്നത് ഇരുമ്പ് മോതിരമായിരുന്നു. ആ ഇരുമ്പ് മോതിരമാണ് അവളെ പൊള്ളിച്ചത്. ഇരുമ്പ് ഫയറീസിന് സഹിക്കാൻ കഴിയാത്തതാണെന്നും അവൾ അവനോട് പറയുന്നു. അതിനാൽ ഇനി ഒരിക്കലും ഇരുമ്പ് ധരിച്ച് ഇവിടെ വരരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതിനുശേഷം ആ ബാലൻ തന്റെ രാജ്യത്തേക്ക് മടങ്ങുന്നു. എന്നാൽ ആ രാജ്യത്തിലെ രാജാവ് ആ മാന്ത്രിക വനം കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനാണെന്ന് പിന്നീട് മനസ്സിലാകുന്നു. കാലം കടന്നുപോകുന്നു. ആ ബാലൻ ഇടയ്ക്കിടെ വനത്തിലേക്ക് വരികയും മലഫിസന്റിനൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇരുവരും വളർന്ന് 16 വയസ്സിലെത്തുന്നു. സൗഹൃദം പതിയെ പ്രണയമായി മാറുന്നു. മനുഷ്യർ ശത്രുക്കളല്ലെന്നും എല്ലാവരും നല്ലവരാണെന്നും മലഫിസന്റ് വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യരുടെ അത്യാഗ്രഹത്തെക്കുറിച്ച് അവൾക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. ഒരു ദിവസം മുതൽ ആ യുവാവ് വനത്തിലേക്ക് വരാതെയാകുന്നു. അവനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന മലഫിസന്റ് ഒരിക്കൽ അവൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. വളർന്നാൽ തന്റെ രാജ്യത്തിന്റെ അധികാരം സ്വന്തമാക്കണമെന്നാണ് അവന്റെ ആഗ്രഹമെന്ന് അവൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം അന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. അതിനിടെയാണ് ഒരു ദിവസം വലിയൊരു സൈന്യവുമായി രാജാവ് മാന്ത്രിക വനത്തിലേക്ക് എത്തുന്നത്. ആ വനം പിടിച്ചെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വനത്തിന്റെ രക്ഷകയായ മലഫിസന്റ് ഉടൻ തന്നെ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ വനത്തിലേക്ക് പ്രവേശിക്കാൻ ആരുടെയും അനുവാദമില്ലെന്ന് അവൾ രാജാവിനോട് പറയുന്നു. എന്നാൽ രാജാവ് അവളുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് സൈന്യത്തോട് മലഫിസന്റിനെ കൊല്ലാൻ ഉത്തരവിടുന്നു. സൈന്യം വനത്തിലേക്ക് മുന്നേറുന്ന നിമിഷം വനത്തിലെ മാന്ത്രിക ജീവികൾ ഒന്നടങ്കം അവരെ ആക്രമിക്കുന്നു. രാജാവിനും സൈനികർക്കും ഗുരുതരമായ പരിക്കേൽക്കുന്നു. ഒടുവിൽ മനുഷ്യർ ഭയന്ന് അവിടെ നിന്നും പിൻവാങ്ങുന്നു. പരാജയപ്പെട്ട രാജാവ് തന്റെ രാജ്യത്ത് തിരിച്ചെത്തി ജനങ്ങളെ വിളിച്ചുകൂട്ടുന്നു. ആ വനത്തിൽ അളവറ്റ സമ്പത്തുണ്ടെന്നും അത് സ്വന്തമാക്കണമെന്നും തന്റെ ജീവിതകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ഇനി തനിക്ക് അത് സാധിക്കില്ലെന്നും പ്രഖ്യാപിക്കുന്നു. ശേഷം അദ്ദേഹം ഒരു വാഗ്ദാനം നൽകുന്നു. മലഫിസന്റിനെ കൊല്ലുന്നവന് തന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള അവകാശവും രാജകീയ ബഹുമതിയും ലഭിക്കുമെന്ന്. അപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വരുന്നു. ഈ ദൗത്യം താൻ ഏറ്റെടുക്കാമെന്നും അവൻ പറയുന്നു. ആ യുവാവിന്റെ പേര് സ്റ്റീഫൻ. ഒരു കാലത്ത് മലഫിസന്റിന്റെ അടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അതേ സ്റ്റീഫൻ തന്നെയായിരുന്നു അത്. സ്റ്റീഫൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മാന്ത്രിക വനത്തിലേക്ക് മലഫിസന്റിനെ കാണാനെത്തുന്നു. അവനെ കണ്ടതു മാത്രം മലഫിസന്റിന് അതിയായ സന്തോഷമാകുന്നു. ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നും അവരുടെ പഴയ സൗഹൃദം മറന്നു എന്നും അവൾ ചോദിക്കുന്നു. അതിന് സ്റ്റീഫൻ ജോലി തിരക്കുകൾ കാരണം വരാൻ കഴിഞ്ഞില്ലെന്നും പക്ഷേ അവളെ ഒരിക്കലും മറന്നിട്ടില്ലെന്നും പറയുന്നു. തുടർന്ന് രാജാവ് അവളെ കൊല്ലാൻ ആളുകളെ അയച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും അവൻ മുന്നറിയിപ്പ് നൽകുന്നു. താൻ അവളെ സംരക്ഷിക്കാനാണ് വന്നിരിക്കുന്നതെന്നും അവൻ പറയുന്നു. അവന്റെ വാക്കുകൾ മലഫിസന്റിന് പൂർണ്ണമായും വിശ്വാസമായിരുന്നു. മനുഷ്യരുടെ വഞ്ചന അവൾക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. അതുകൊണ്ട് പഴയ സുഹൃത്തിനെ അവൾ മനസ്സ് തുറന്ന് സ്വീകരിക്കുന്നു. കുറച്ചുനേരം സംസാരിച്ചിരുന്ന ശേഷം സ്റ്റീഫൻ അവൾക്ക് ഉറക്കമരുന്ന് കലർത്തിയ പാനീയം നൽകുന്നു. ഒന്നും സംശയിക്കാതെ അത് കുടിച്ച മലഫിസന്റ് ഗാഠനിദ്രയിലേക്ക് വീഴുന്നു. അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്റ്റീഫൻ ഒരു കത്തിയെടുത്ത് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് ചെയ്യാൻ അവന് കഴിയുന്നില്ല. അവൻ മറ്റൊരു ക്രൂരമായ തീരുമാനമെടുക്കുന്നു. മലഫിസന്റിന്റെ മനോഹരമായ ചിറകുകൾ മുറിച്ചെടുത്ത് അവളെ അവിടെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ ബോധം വീണ്ടെടുത്ത മലഫിസന്റ് തന്റെ പുറത്ത് ചിറകുകളില്ലെന്ന് തിരിച്ചറിയുന്നു. ആദ്യം അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നീട് തന്റെ ചിറകുകൾ നഷ്ടമായെന്ന് മനസ്സിലായതോടെ അവൾ വേദന കൊണ്ട് അലറി കരയുന്നു. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു അത്. ഇനി ഒരിക്കലും ആകാശത്ത് പറക്കാൻ കഴിയില്ലെന്ന സത്യം അവളെ തകർത്തു കളയുന്നു. അതേസമയം സ്റ്റീഫൻ മുറിച്ചെടുത്ത ചിറകുകളുമായി രാജാവിന്റെ മുന്നിലെത്തുന്നു. മലഫിസന്റിനെ കൊന്നുവെന്ന് വിശ്വസിച്ച് രാജാവ് തന്റെ വാഗ്ദാനം പാലിക്കുന്നു. രാജകുമാരിയെ സ്റ്റീഫന് വിവാഹം കഴിപ്പിക്കുകയും അവനെ രാജ്യത്തിന്റെ പുതിയ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അധികാരത്തിനു വേണ്ടി സ്വന്തം സുഹൃത്തിനെ വഞ്ചിച്ച് സ്റ്റീഫന്റെ സ്വപ്നം അങ്ങനെ സഫലമാകുന്നു. മറുവശത്ത് ചിറകുകൾ നഷ്ടപ്പെട്ട മലഫിസന്റ് വനത്തിലൂടെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ദുഃഖത്തിൽ മുങ്ങിയ അവൾക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. അപ്പോഴാണ് ഒരു വേട്ടക്കാരൻ ഒരു കാക്കയെ അമ്പെയ്ത് കൊല്ലാൻ ശ്രമിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കണ്ട മലഫിസന്റ് ഉടനെ തന്നെ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ കാക്കയെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു. അപ്രതീക്ഷിതമായി മനുഷ്യനായി മാറിയ അവൻ മലഫിസന്റിന് നന്ദി പറയുന്നു. എന്തിനാണ് തന്നെ രക്ഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവനോട് സഹതാപം തോന്നിയത് കൊണ്ടാണെന്ന് അവൾ പറയുന്നു. അതുകേട്ട് അവൻ ഇനി മുതൽ ജീവിതകാലം മുഴുവനും അവളുടെ സേവകനായി കഴിയാമെന്നും അവൾ പറയുന്നതെല്ലാം അനുസരിക്കാമെന്നും വാക്കു നൽകുന്നു. അവന് ഡയാവൽ എന്ന പേരാണ് ലഭിക്കുന്നത്. ഡയാവൽ പല സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് മലഫിസന്റിനെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെയാണ് സ്റ്റീഫൻ അവളുടെ ചിറകുകൾ മോഷ്ടിച്ച രാജാവായെന്ന സത്യം അവൾ അറിയുന്നത്. ആ നിമിഷം മുതൽ മനുഷ്യരിലുള്ള അവളുടെ വിശ്വാസം പൂർണ്ണമായും തകരുന്നു. സ്നേഹത്തിനു പകരം അവളുടെ മനസ്സിൽ പ്രതികാരമാണ് നിറയുന്നത്.
കാലം വീണ്ടും കടന്നു പോകുന്നു. സ്റ്റീഫൻ രാജാവായി ഭരിക്കുകയും ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനാവുകയും ചെയ്യുന്നു. രാജകുമാരിയുടെ ജനനം ആഘോഷിക്കാൻ രാജ്യമൊട്ടാകെ വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നു. ദൂരെ ദൂരെ നിന്നും നിരവധി അതിഥികൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നു. ആ അവസരം ഉപയോഗിച്ച് മാലഫിസന്റും രാജകൊട്ടാരത്തിലെത്തുന്നു. കുഞ്ഞിനെ നോക്കി അവൾ അവളുടെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നു. എന്നാൽ അതിനു പിന്നാലെ ഭയാനകരമായ ഒരു ശാപവും നൽകുന്നു. 16-ാം തിരുനാളിന്റെ ദിവസം ഒരു ചർക്കയിലെ സൂചി അവളുടെ വിരലിൽ കുത്തുമെന്നും അതോടെ അവൾ മരണസമാനമായ നിദ്രയിലേക്ക് വീഴുമെന്നും മാലഫിസന്റ് പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ട് സ്റ്റീഫൻ അവളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നു. തന്റെ തെറ്റിന് എന്തുകൊണ്ടാണ് നിരപരാധിയായ മകളെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മാലഫിസന്റ് അവനെ നോക്കി, ഞാനും ഒരിക്കൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയായിരുന്നു, എന്നോട് നീ ചെയ്തത് മറന്നു എന്ന് ചോദിക്കുന്നു. എന്നിരുന്നാലും അവളുടെ ഹൃദയത്തിൽ അവശേഷിച്ചിരുന്ന കരുണ കാരണം ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവൾ പറയുന്നു. രാജകുമാരിക്ക് അവളുടെ 16-ാം പിറന്നാളിന് മുമ്പ് യഥാർത്ഥ സ്നേഹത്തിന്റെ ചുംബനം ലഭിച്ചാൽ മാത്രമേ ഈ ശാപം അവസാനിക്കൂ എന്ന് അവൾ പ്രഖ്യാപിക്കുന്നു. ഈ വാക്കുകൾ സ്റ്റീഫനെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഉടൻ തന്നെ അവൻ 3 ചെറിയ ഫയറുകളെ വിളിച്ചു വരുത്തി രാജകുമാരിയെ വളരെ ദൂരെയുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിടുന്നു. 16 വയസ്സ് തികയുന്നതുവരെ അവളെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുവരരുതെന്നും അവൻ കർശനമായി നിർദ്ദേശിക്കുന്നു. അതേസമയം മലഫിസന്റ് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് മുഴുവൻ വനത്തെയും ഭീമമായ മുള്ളുകൾ നിറഞ്ഞ മതിലുകളാൽ ചുറ്റിപ്പൂട്ടുന്നു. അതിനുശേഷം ആ വനത്തിലേക്ക് ഒരു മനുഷ്യനും പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാകുന്നു. കാലം വീണ്ടും കടന്നുപോയി. സ്റ്റീഫന്റെ മകൾക്ക് ഔറോറ എന്ന് പേരിട്ടു. രാജാവിന്റെ ഉത്തരവ് പ്രകാരം 3 ഫയറുകൾ അവളെ രാജ്യത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു ചെറിയ കുടിലേക്ക് കൊണ്ടുപോയി. അവിടെ തന്നെയാണ് അവൾ വളർന്നത്. എന്നാൽ ഔറോറയെ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുത്തിരുന്ന ആ 3 ഫയറുകൾ വളരെ അശ്രദ്ധരായിരുന്നു. പലപ്പോഴും അവരുടെ ശ്രദ്ധക്കുറവ് കാരണം ഔറോറ അപകടത്തിൽപ്പെടുമായിരുന്നു. ഓരോ തവണയും ആരും അറിയാതെ മലഫിസന്റ് എത്തി അവളുടെ ജീവൻ രക്ഷിക്കുമായിരുന്നു. ചിലപ്പോൾ മലമുകളിൽ നിന്ന് വീഴുന്നതിൽ നിന്നും ചിലപ്പോൾ മരങ്ങളിൽ നിന്ന് വീഴുന്നതിൽ നിന്നുമെല്ലാം അവൾ ഔറോറയെ രക്ഷിച്ചു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഔറോറ വളർന്ന് സുന്ദരിയായ ഒരു യുവതിയായി മാറി. ഇപ്പോൾ അവൾക്ക് 15 വയസ്സായി. ഇനി ശാപം പൂർത്തിയാക്കാൻ ഒരു വർഷം മാത്രം ബാക്കിയായിരുന്നു. ഔറോറ വളർന്നിരുന്ന സ്ഥലം വനത്തിന്റെ അതിർത്തിയിലായിരുന്നു. പുറത്തുള്ള ലോകം അവൾ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിനപ്പുറത്ത് എന്താണുള്ളതെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ ഒറ്റയ്ക്ക് വനത്തിനുള്ളിലേക്ക് നടക്കുന്നു. ചുറ്റും നോക്കിക്കൊണ്ട് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ അവൾ പറയുന്നു. തനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നും അവൾ തുറന്നു പറയുന്നു. അപ്പോഴാണ് മലഫിസന്റ് അവളുടെ മുന്നിലേക്ക് വരുന്നത്. അവളെ കണ്ടതു മാത്രം ഔറോറ ഭയപ്പെടുന്നില്ല. പകരം വലിയ സന്തോഷത്തോടെ അവളെ നോക്കി പുഞ്ചിരിക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ രഹസ്യമായി സംരക്ഷിച്ചിരുന്നത് ഇവളാണെന്ന് തനിക്കറിയാമായിരുന്നുവെന്ന് അവൾ പറയുന്നു. കൂടാതെ മലഫിസന്റിന്റെ കൂടെയുള്ള ഡയാവലിനെയും തനിക്ക് ഇഷ്ടമാണെന്ന് ഔറോറ പറയുന്നു. ഇത് കേട്ട് മലഫിസന്റ് അമ്പരന്ന് പോകുന്നു. എന്നാൽ അതോടൊപ്പം അവളുടെ മനസ്സിൽ സന്തോഷവും നിറയുന്നു. അതിനുശേഷം ഇരുവരും കൂടുതൽ അടുത്തു പോകുന്നു. അവർ ഒരുമിച്ച് ഒരുപാട് സമയം ചിലവഴിക്കുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ ബന്ധം അമ്മയും മകളും തമ്മിലുള്ള സ്നേഹമായി മാറുന്നു. പ്രതികാരത്തോടെ ജീവിച്ചിരുന്ന മലഫിസന്റിന്റെ മനസ്സിൽ വീണ്ടും സ്നേഹവും കരുണയും തിരികെ വരാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ഔറോറ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മലഫിസന്റ് പലതവണ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ശാപം പിൻവലിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ആ ശാപം ഇനി മാറ്റാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ശാപം പൂർത്തിയാക്കാൻ വളരെ കുറച്ച് സമയം മാത്രമുള്ളതിനാൽ അത് അസാധ്യമായിരുന്നു. അത് മനസ്സിലായതോടെ മലഫിസന്റ് കൂടുതൽ വിഷമത്തിലാകുന്നു. എങ്ങനെയെങ്കിലും ഔറോറയെ യഥാർത്ഥ സ്നേഹം ലഭിച്ച് ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് അവളുടെ ഏക പ്രാർത്ഥന. ഒരു ദിവസം വനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഔറോറ മലഫിസന്റിനോട് അവളുടെ ചിറകുകളെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ മലഫിസന്റ് എല്ലാ ഫയറുകൾക്കും ചിറകുകളുണ്ടെന്നും തനിക്കും അതിമനോഹരമായ ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. എന്നാൽ ഒരു മനുഷ്യൻ അവ ചതിയിലൂടെ തട്ടിയെടുത്തുവെന്നും ആ ചിറകുകളോടൊപ്പം ആകാശത്ത് പറന്നിരുന്ന ദിവസങ്ങൾ ഇന്നും താൻ മറന്നിട്ടില്ലെന്നും അവൾ വേദനയോടെ ഓർക്കുന്നു. അത് കേട്ട ഔറോറ അവളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത ദിവസം തന്റെ 16-ാം പിറന്നാളാണെന്നും അതിനുശേഷം താൻ മലഫിസന്റിനൊപ്പം ഈ വനത്തിൽ തന്നെ താമസിക്കുമെന്നും അവൾ പറയുന്നു. ഇനി ഒരിക്കലും അവൾ ഒറ്റയ്ക്കാവില്ലെന്നും ഔറോറ ഉറപ്പു നൽകുന്നു. എന്നാൽ ശാപത്തെക്കുറിച്ചുള്ള സത്യം അറിയാവുന്ന മലഫിസന്റിന് അതൊന്നും സാധ്യമാകില്ലെന്ന് അറിയാമായിരുന്നു. യഥാർത്ഥ സ്നേഹം ഒരു ദിവസം കൊണ്ട് കണ്ടെത്താനാകില്ലെന്ന സത്യം അവളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഔറോറ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ പ്രായത്തിലുള്ള ഒരു യുവാവിനെ കണ്ടുമുട്ടുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും പരസ്പരം ഇഷ്ടപ്പെടുന്നു. വീട്ടിലെത്തിയ ഔറോറ ഇനി താൻ ഇവിടെ നിന്ന് പോകണമെന്നും മലഫിസന്റിന്റെ അടുത്ത് താമസിക്കണമെന്നുമാണ് 3 ഫാരീസുകളോട് പറയുന്നത്. അപ്പോൾ ഫാരീസ് അവളിൽ നിന്ന് സത്യം മറച്ചു വെക്കാനാവില്ലെന്ന് മനസ്സിലാക്കുന്നു. ഔറോറ യഥാർത്ഥത്തിൽ ഒരു രാജകുമാരിയാണെന്നും അവളുടെ മാതാപിതാക്കൾ ജീവനോടെ ഉണ്ടെന്നും അവളെ ഇവിടെ ഒളിപ്പിച്ചു വളർത്താൻ കാരണം ഒരു ഭയാനകമായ ശാപമാണെന്നും അവർ തുറന്നു പറയുന്നു. ആ ശാപം നൽകിയ ദുഷ്ടമായ ഫെയറി മറ്റാരുമല്ല, മലഫിസന്റ് തന്നെയാണെന്നും അവർ വെളിപ്പെടുത്തുന്നു. ഈ സത്യം കേട്ട ഔറോറ ഞെട്ടിപ്പോകുന്നു. ഉടൻ തന്നെ അവൾ മലഫിസന്റിനെ കാണാൻ പോകുന്നു. ഔറോറയുടെ ചോദ്യത്തിന് മുന്നിൽ മലഫിസന്റ് ഒന്നും മറച്ചു വെക്കുന്നില്ല. ശാപം നൽകിയത് സത്യമാണെന്ന് അവൾ സമ്മതിക്കുന്നു. എന്നാൽ സ്റ്റീഫനോടുള്ള പ്രതികാരമാണ് അതിന് കാരണമെന്നും ഇപ്പോൾ അതിൽ തനിക്ക് അതിയായ പശ്ചാത്താപമുണ്ടെന്നും ഔറോറയെ നഷ്ടപ്പെടുത്താൻ ഇനി താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ തുറന്നു പറയുന്നു. എന്നിരുന്നാലും സങ്കടത്തോടെ ഔറോറ അവിടെ നിന്നും മടങ്ങി നേരെ തന്റെ അച്ഛനായ രാജാവ് സ്റ്റീഫന്റെ കൊട്ടാരത്തിലേക്ക് പോകും. ത്തിലെത്തിയ ഔറോറ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തന്റെ അച്ഛനായ സ്റ്റീഫനെ കാണുന്നു. അവൾ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ചേർത്തു പിടിക്കുകയും ഇത്രയും കാലം അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്തിരുന്നെന്നും പറയുകയും ചെയ്യുന്നു. എന്നാൽ സ്റ്റീഫന്റെ മനസ്സിൽ മകളെ കണ്ട സന്തോഷത്തെക്കാൾ ശാപത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു. അവളെ 16-ാം പിറന്നാൾ എത്തുന്നതിന് മുമ്പ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന 3 ഫാരീസുകളോട് അദ്ദേഹം കടുത്ത ദേഷ്യപ്പെടുന്നു. തുടർന്ന് ഔറോറയെ ഉടൻ തന്നെ ഒരു മുറിയിൽ പൂട്ടിയിടാൻ അദ്ദേഹം സൈനികരോട് ഉത്തരവിടുന്നു. അവിടെ സൂചിയോ നൂൽ നെയ്യാനുള്ള ഉപകരണങ്ങളോ ഒന്നും ഉണ്ടാകരുതെന്നും ആരും അവളുടെ അടുത്തേക്ക് പോകാൻ പാടില്ലെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. എന്നാൽ ശാപത്തെ തടയാൻ ആർക്കും കഴിയുമായിരുന്നില്ല.
16-ാം പിറന്നാൾ എത്തിയപ്പോൾ ശാപത്തിന്റെ ശക്തി ഔറോറയെ നിയന്ത്രിക്കാൻ തുടങ്ങി. അദൃശ്യമായ ഒരു ശക്തിയുടെ ആകർഷണത്തിൽ അവൾ ഒരു പഴയ മുറിയിലേക്ക് നടക്കുന്നു. അവിടെ ഒരു ചർക്കയും അതിലെ മൂർച്ചയുള്ള സൂചിയും അവളുടെ മുന്നിലുണ്ടായിരുന്നു. അറിയാതെ അവൾ ആ സൂചിയിൽ വിരൽ തൊടുന്നു. ഒരു നിമിഷം തന്നെ അവൾ ഗാഢനിദ്രയിലേക്ക് വീഴുന്നു. മകളെ ആ അവസ്ഥയിൽ കണ്ട സ്റ്റീഫൻ തകർന്നു പോകുന്നു. ഇനി അവൾ ഒരിക്കലും ഉണരില്ലെന്ന ഭയം അദ്ദേഹത്തെ വേട്ടയാടുന്നു. ഇതിനിടെ ഈ വാർത്ത അറിഞ്ഞ മലഫിസന്റ് ഉടൻ കൊട്ടാരത്തിലെത്തുന്നു. വനത്തിൽ ഔറോറ കണ്ടുമുട്ടിയ യുവാവാണ് അവളുടെ യഥാർത്ഥ സ്നേഹമെന്ന് അവൾ കരുതുന്നു. അതുകൊണ്ട് ഡയാവലിന്റെ സഹായത്തോടെ ആ യുവാവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എത്തിയ യുവാവ് ഉറങ്ങിക്കിടക്കുന്ന ഔറോറയെ ചുംബിക്കുന്നു. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് മലഫിസന്റിന് അവൻ ഔറോറയുടെ യഥാർത്ഥ സ്നേഹമില്ലെന്ന് മനസ്സിലാകുന്നത്. ഇത് കണ്ട മലഫിസന്റിന്റെ ഹൃദയം തകർന്നു പോകുന്നു. കണ്ണീരോടെ അവൾ ഔറോറയുടെ അരികിൽ ഇരുന്നു. ഇനി അവളുടെ പുഞ്ചിരിയും സംസാരവും തനിക്ക് ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. ശേഷം സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകുന്നു. അടുത്ത നിമിഷം തന്നെ അത്ഭുതം സംഭവിക്കുന്നു. ഗോഡ് മദർ എന്ന വിളിയോടെ ഔറോറ കണ്ണു തുറക്കുന്നു. മലഫിസന്റിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശാപം തകർത്തത് ഒരു രാജകുമാരന്റെ ചുംബനമല്ല, മറിച്ച് മലഫിസന്റിന്റെ നിസ്വാർത്ഥമായ സ്നേഹമാണെന്ന് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഔറോറയോടുള്ള അവളുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമായി മാറിയത്. ഉണർന്ന ഔറോറ ഇനി മുതൽ മലഫിസന്റിനൊപ്പം വനത്തിൽ ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് സ്റ്റീഫന്റെ സൈന്യം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വലിയൊരു വല ഉപയോഗിച്ച് അവരെ ആക്രമിക്കുന്നു. ഇരുമ്പ് ഫയറീസിന് അത്യധികം അപകടകരമായതിനാൽ മലഫിസന്റിന്റെ ശക്തി കുറയുന്നു. ഈ സാഹചര്യത്തിൽ മലഫിസന്റ് ഡയാവലിനെ ഒരു ഭീമൻ ഡ്രാഗണാക്കി മാറ്റുന്നു. ഡ്രാഗണായ ഡയാവൽ തീ ഊതി സൈന്യത്തെ നേരിടാൻ തുടങ്ങുന്നു. അതേസമയം ഔറോറ ഒരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന മലഫിസന്റിന്റെ ചിറകുകൾ കണ്ടെത്തുന്നു. അവൾ ഉടൻ തന്നെ അവയെ മോചിപ്പിക്കുന്നു. സ്വന്തം ഉടമയെ തിരിച്ചറിഞ്ഞ ആ ചിറകുകൾ പറന്നെത്തി വീണ്ടും മലഫിസന്റിന്റെ ചിറകുകൾ ലഭിച്ച മാൽഫിസന്റ് ആകാശത്തേക്ക് ഉയർന്നു പറക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് വീണ്ടും സ്വതന്ത്രമായി പറക്കാൻ കഴിയുന്നു. അവസാനമായി സ്റ്റീഫനും മലഫിസന്റും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നു. മലഫിസന്റിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ സ്റ്റീഫൻ അവളുടെ ചിറകുകളിൽ പിടിച്ചു തൂങ്ങുന്നു. ഇരുവരും കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. അവസാന നിമിഷത്തിൽ മലഫിസന്റ് തന്റെ ചിറകുകൾ വിരിച്ച് വീണ്ടും പറന്നുയരുന്നു. എന്നാൽ പിടിവിട്ട് സ്റ്റീഫൻ താഴേക്ക് പതുക്കുകയും അതോടെ അവന്റെ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം മലഫിസന്റ് വനത്തിന് ചുറ്റും സൃഷ്ടിച്ചിരുന്ന എല്ലാ മാന്ത്രിക തടസ്സങ്ങളും നീക്കം ചെയ്യുന്നു. വീണ്ടും പൂക്കൾ വിരികയും വനം പഴയ സൗന്ദര്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ശേഷം അവൾ ഔറോറയെ വനത്തിന്റെയും രാജ്യത്തിന്റെയും രാജ്ഞിയായി പ്രഖ്യാപിക്കുന്നു. അതോടെ മനുഷ്യരും മാന്ത്രിക ജീവികളും സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സ്നേഹവും ക്ഷമയും വിജയിച്ച ആ മനോഹരമായ കഥ സന്തോഷകരമായ ഒരു അവസാനത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ഇന്നത്തെ കഥയോടെ അവസാനിച്ചിരിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പങ്കുവെക്കാനും മറക്കരുത്. ഇനിയും ഇത്തരം മനോഹരമായ കഥകൾ കേൾക്കാൻ സ്ലീപ് ടെയിൽസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. ബൈ.